രക്തം ഒഴുകാത്ത ഭക്ഷണവും വെള്ളവും കഴിച്ച് ഇഫ്താർ സാധ്യമാകുന്ന ഒരു റമദാൻ കാലം വെടിനിർത്തലോടെ അതുണ്ടാകുമെന്നാണ് ഗസക്കാർ പ്രതീക്ഷിച്ചത്. പക്ഷേ ഗസ വീണ്ടും കടുത്ത പട്ടിണിയുടെയും ക്ഷാമത്തിൻ്റെയും ഭീതിയിലാണ്. ഗസയിലേക്കുള്ള എല്ലാ മാനുഷിക സഹായങ്ങളും തടയുകയാണ് ഇസ്രായേൽ. ഇക്കാര്യത്തിൽ ഇസ്രായേലിനെതിരെ ലോകവ്യാപക പ്രതിഷേധം ഉയരുന്നു. പക്ഷേ 10 നാൾക്കകം ബന്ദികളെ കൈമാറിയിട്ടില്ല എങ്കിൽ ഗസയിൽ വീണ്ടും യുദ്ധം ആരംഭിക്കും എന്നാണ് ഇസ്രായേലിൻ്റെ ഭീഷണി. വിശദമായി നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ റമദാനെ വരവേൽക്കാൻ ഗസക്കാർ ഒരുങ്ങിയിരുന്നു. തോരണങ്ങൾ ഒരുക്കിയും ചുവരെഴുതിയും വിളക്കുകൾ കത്തിച്ചും അവർ പുണ്യമാസത്തെ കാത്തിരുന്നു. ഗസയിലെ മസ്ജിദുകളെല്ലാം ഇസ്രായേൽ തകർത്തിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്കായി താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് ഗസക്കാർ. വെടിനിർത്തലിൻ്റെ ഈ കാലത്ത് കഴിഞ്ഞ റമദാനിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ വെള്ളവും ഭക്ഷണവും ഗസയിലേക്ക് എത്തിയിരുന്നു. റമദാന്റെ ആദ്യ ദിനത്തിൽ സന്നദ്ധ സംഘടനകൾ ഒരുക്കിയ ഇഫ്താർ സംഗമങ്ങൾ നിരവധി പട്ടണങ്ങളിലുണ്ടായിരുന്നു. തകർന്ന നഗരങ്ങളിൽ ത്യാഗത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കാഴ്ചയായി ഈ ഇഫ്താർ സംഗമങ്ങൾ. പക്ഷേ കഴിഞ്ഞ ശനിയാഴ്ച 1ാം ഘട്ട വെടിനിർത്തൽ അവസാനിച്ചു. 2ാം ഘട്ട വെടിനിർത്തലിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തയ്യാറല്ല. ഫിലാഡൽഫി ഇടനാഴി ഉൾപ്പെടെയുള്ള എല്ലാ ഇടങ്ങളിൽ നിന്നും 2ാം ഘട്ട വെടിനിർത്തൽ സമയത്ത് ഇസ്രായേൽ സേന പിന്മാറണം. അതിന് ഇസ്രായേൽ തയ്യാറല്ല. എന്നാൽ ബന്ദികളെ ഹമാസ് വിട്ടുകൊടുക്കുകയും വേണം. റമദാനും പെസഹയും കഴിയുന്നതുവരെ വെടിനിർത്താമെന്നും ഇക്കാലയളവിൽ ബന്ദികളെ വിട്ടു നൽകണമെന്നും അമേരിക്ക ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. എന്നാൽ നേരത്തെ ധാരണയിലാക്കിയ സൈനിക പിന്മാറ്റമില്ലാതെ വെറും ബന്ദിമോചനം എന്ന നിർദ്ദേശം അംഗീകരിക്കില്ല എന്ന നിലപാട് ഹമാസ് പ്രഖ്യാപിച്ചു. ഇതോടെ ഗസയിലേക്കുള്ള മുഴുവൻ മാനുഷിക സഹായവും തടയുകയാണ് ഇസ്രായേൽ. ഒരു ദിവസം ശരാശരി 500 ട്രക്കുകളാണ് ഗസയിൽ എത്തിയിരുന്നത്. അതെല്ലാം റഫ അതിർത്തിയിൽ തടയുകയാണിപ്പോൾ ഇസ്രായേൽ. ഗസയിലേക്കുള്ള വെള്ളവും വൈദ്യുതിയും വരെ തടയണം എന്ന് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ ആവശ്യപ്പെടുന്നു. റമദാൻ മാസത്തിൽ മാനുഷിക സഹായം തടയുന്ന ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. സഹായം വിലക്കിയ നടപടി കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് UN കുറ്റപ്പെടുത്തി. നടപടിക്ക് US പിന്തുണയുണ്ട് എന്നാണ് ഇസ്രായേലിൻ്റെ വാദം. വെള്ളവും വൈദ്യുതിയും തടയാനും പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന് പദ്ധതിയുണ്ട് എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബന്ദികളെ 10 ദിവസത്തിനകം ഹമാസ് കൈമാറിയിട്ടില്ല എങ്കിൽ ഗസയിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഒരു ഇസ്രായേൽ ചാനൽ റിപ്പോർട്ട് ചെയ്തു. വ്യാഴാഴ്ച US പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇസ്രായേൽ എത്തുന്നുണ്ട്. ട്രംപ് ഭരണകൂടം വെടിനിർത്തലിനാണോ യുദ്ധത്തിനാണോ സമ്മർദ്ദം ചെലുത്തുക എന്നതിനെ ആശ്രയിച്ചാകും ഗസയുടെ യുദ്ധത്തിൻ്റെ ഭാവി.